ആഘോഷമാക്കി മലയാളികൾ ഓണസദ്യയൊക്കെ കഴിച്ച് ബന്ധുക്കളുടെ വീട്ടിലേക്കും കുടുംബസമേതം നഗരത്തിലേക്കുമൊക്കെ ഇറങ്ങുന്ന സമയമാണ്. തിരുവനന്തപുരത്ത് ഓണം വാരാഘോഷത്തിന്റെ 3-ാം ദിനമായ ഇന്നും 31 വേദികളിലായി വിവിധ പരിപാടികളാണുള്ളത്. ദീപാലങ്കൃതമായ നഗരം കാണാനും ആസ്വദിക്കാനും നിരവധി പേരാണ് തലസ്ഥാന നഗരിയിലെത്തുന്നത്. കനകക്കുന്ന് പരിസരത്ത് നിന്നും സുനിഷ അയ്യല്ലൂരാണ് ചേരുന്നത്. സുനിഷ, ഇതേ 6:19 അവിടെ വിളക്കുകളൊക്കെ കത്തി തുടങ്ങിയോ? തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ തന്നെ ഓണക്കാലത്ത് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് നഗരത്തിലെ ലൈറ്റുകളാണ്. അത്രയേറെ വർണ്ണാഭമായ കാഴ്ചയാണ്, അത്രയേറെ പ്രകാശപൂരിതമായിരിക്കും അവിടുത്തെ കാഴ്ച. അപ്പൊ സുനിഷ, ആ കാഴ്ചയൊന്ന് കാണിച്ചു തരൂ. ഇന്ന് ഈ തിരുവോണത്തിന്റെ ആഘോഷങ്ങൾ എങ്ങനെയായിരുന്നു തലസ്ഥാനത്ത്? റോഷ്നി പറഞ്ഞതുപോലെയാണ്, തലസ്ഥാനത്തെ തിരുവോണം എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സ്പെഷ്യലാണ്. കാരണം 7 ദിവസത്തോളം ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട കനകക്കുന്ന് മുതൽ അട്ടുകുളങ്ങര വരെ വലിയ ഈ ദീപാലങ്കൃതമായ നഗരം കൂടി കാണാൻ കഴിയുമെന്നുള്ളതാണ്. റോഷ്നി പറഞ്ഞതുപോലെ ഓണമൊക്കെ ആഘോഷിച്ചൊരു സദ്യയൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഒരു പക്ഷേ കുടുംബസമേതം ഒന്ന് പുറത്തിറങ്ങുന്ന ഒരു സമയം കൂടിയാണ്. ഞാൻ ഉള്ളത് കനകക്കുന്ന് പരിസരത്താണ്. റോഷ്നിക്ക് പ്രത്യേകം പറഞ്ഞു തരണ്ടല്ലോ, ഈ കനകക്കുന്ന് പരിസരത്ത് ഇതാ ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എല്ലാവരും വൈകുന്നേരത്തെ ആ ഒരു കുടുംബസമേതം ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി ഈ ഓണം ആഘോഷം കുറച്ചുകൂടി കളറാക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ്. പക്ഷേ ഒരല്പം കളർ കുറക്കുന്ന രീതിയിൽ ഇച്ചിരി മഴയൊക്കെ തലസ്ഥാനത്തുണ്ട്. ഇന്ന് യെല്ലോ അലേർട്ടാണ്. അതിന്റെ ഭാഗമായി തന്നെ കുറച്ച് നേരമായി കഴിഞ്ഞ സമയങ്ങളിലെല്ലാം കുറച്ച് മഴയുണ്ടായിരുന്നു. അത് ചെറുതായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ പോലും ആഘോഷങ്ങളോട് വിട്ടുവീഴ്ചയില്ല എന്നുള്ളത് തന്നെയാണ് ഇവർ പറയുന്നത്. ചേട്ടാ, എങ്ങനെയുണ്ട് ഓണം? ഇങ്ങനെയുണ്ട് ഓണം? ഓണം നല്ല അടിപൊളിയാണ്. മഴയാണോ പ്രശ്നം? ഇച്ചിരിയാണ്, മഴയാണ് പ്രശ്നം. ഓണസദ്യയൊക്കെ ഉണ്ടിട്ടാണോ വന്നത്? യെസ്. എങ്ങനെയുണ്ട് നമ്മുടെ കനകക്കുന്നിൽ ലൈറ്റൊക്കെ? ഫുൾ സൂപ്പർ. സൂപ്പറാണ്. ഇഷ്ടപ്പെട്ടോ? ഓ അതാ, ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇതുപോലെ ഒരുപാട് പേരങ്ങനെ ഓണമൊക്കെ ആഘോഷിച്ച് ഇതാ ഇവിടേക്ക് അടുത്ത ആഘോഷത്തിന്റെ ഭാഗമായി കനകക്കുന്നിൽ എത്തിയിരിക്കുന്ന കാഴ്ചയാണ്. അങ്ങോട്ട് നോക്കിയാൽ കുഞ്ഞു മക്കൾ മുതൽ വലിയ ആളുകൾ വരെ ഇങ്ങനെ ഊഞ്ഞാലാടുന്നതൊക്കെ കാണാൻ കഴിയും. അതിൽ മഴയോടൊന്നും ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല എന്നുള്ളതാണ്. കാരണം ഓണം എത്രത്തോളം ആഘോഷിക്കാം, എത്ര കണ്ട് കളർഫുള്ളാക്കാം, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് മഴ തോർന്ന് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ളതാണ് ഇവരെല്ലാം ആലോചിക്കുകയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി ആവേശത്തിൽ ഒരു ഊഞ്ഞാലാട്ടമൊക്കെ നടത്താമായിരുന്നു എന്നുള്ളതാണ്. എങ്ങനെയുണ്ട് ഓണം? മഴ കൊണ്ടുപോയി. മഴ കൊണ്ടുപോയോ? വലിയ ബുദ്ധിമുട്ടായല്ലേ? അതെ അതെ. എന്നാലും ഓണാഘോഷമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല, മഴയില്ലെങ്കിൽ അടിപൊളിയായിരുന്നു. മഴയില്ലെങ്കിൽ അടിപൊളിയായിരുന്നു. സദ്യയൊക്കെ കഴിച്ച് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്, കുടുംബസമേതം ഇറങ്ങിയതാണ്. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനമാണല്ലേ, ഈ കനകക്കുന്നിൽ വന്ന് ലൈറ്റ് കാണില്ല. എനിക്ക് തോന്നുന്നു റോഷ്നി, ഇവിടെ ഓണം കാണുക എന്ന് തന്നെ പറയുന്ന ഒരു സംവിധാനം ഉണ്ട് അല്ലേ? ആരോടെങ്കിലും പുറത്തു പോകുമ്പോൾ എന്താ ഓണം കാണാൻ പോയില്ലേ എന്നൊക്കെ ചോദിക്കും. അതായത് കനകക്കുന്ന് മുതലുള്ള ഈ ലൈറ്റും പരിപാടികളും കാണാൻ പോയില്ലേ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓണം കാണാൻ വന്നതാണ്. അതെ 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 അതെ. മഴയാണ് പ്രശ്നം. മഴയില്ലെങ്കിൽ അടിപൊളിയായിരുന്നു. മഴയില്ലെങ്കിൽ അടിപൊളിയായിരുന്നു. ഇപ്പോൾ എന്തായാലും ആഘോഷങ്ങൾക്ക് ഒരു കുറവുമില്ല. സുനിഷ പറഞ്ഞതുപോലെ ഓണം കാണുക എന്ന് പറയും, അത്ര കാണാൻ മാത്രം ഉണ്ട് തലസ്ഥാനത്ത്, അത്രയും കാഴ്ചകളാണ്. അപ്പോ സുനിഷ വിവരിക്കുകയായിരുന്നു.